ബിസ്മില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മിക്കവരും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങൾ ഉച്ചരിക്കുന്നവരായിരിക്കും അല്ലേ? ഓരോരോ കണക്ക് വെച്ച് ചൊല്ലുന്നവരായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ അതിലുപരി ഒരുപാട് നല്ല പേരുകൾ ഖുർആനിലുണ്ട്. അപ്പോൾ നമ്മൾ ആ നല്ല പേരുകൾ വിളിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ ആ ഒരു ദുആക്ക് ഉത്തരം നൽകാൻ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അപ്പം വലിയ മഹത്വമേറിയ വലിയ പവറുള്ള ഇസ്മുകളാണ് അസ്മാഉൽ ഹുസ്ന. ഓരോ ഇസ്മിനും വലിയ മഹത്വങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ഓരോ ഇസ്മിൻ്റെയും മഹത്വവും അർത്ഥവും അറിഞ്ഞുകൊണ്ട് ചൊല്ലുക. എന്നിട്ട് അതിനുശേഷം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. എന്നാലോ ഒരാൾ അസ്മാഉൽ ഹുസ്ന മൊത്തം 99 നാമങ്ങളും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളങ്ങനെ പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പം അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഓർമ്മയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ അത് ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുപോകുക. പിന്നെ ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിച്ച റബ്ബിനെ ഓർമ്മ വരും. കാണാതെ പഠിച്ചു കഴിഞ്ഞാലുള്ള നേട്ടമാണ് പറയുന്നത്. കാണാതെ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മളെ. ആമീൻ. എപ്പോഴും ചൊല്ലി തുടങ്ങിയാൽ തന്നെ കാണാതെ പഠിക്കാൻ പറ്റും. അത് കാണാതെ പഠിക്കാനായിട്ട് ആരും ഇരിക്കണ്ട. എപ്പോഴും ഈ അസ്മാഉൽ ഹുസ്നയിൽ 99 നാമങ്ങൾ ചൊല്ലിത്തുടങ്ങിയാൽ എന്തായാലും കാണാതെ പഠിക്കും. അപ്പോൾ ഇനി അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാലുള്ള നേട്ടം എന്താണെന്ന് നോക്കാം നമുക്ക്. അതിനു മുമ്പ് ഒരു ചെറിയൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ക്ഷീണം കാരണം ഒരു മരച്ചുവട്ടിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നബിയുടെ അരയിലുള്ള വാൾ ഒരു മനുഷ്യൻ ഊരിയെടുത്തു. ഒരു മനുഷ്യൻ വന്നിട്ട് അത് ഊരിയെടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുഹമ്മദേ, ഈ വാളിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആരുണ്ടെന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ പേടിയോ ഭയമോ ഒന്നുമില്ല. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അല്ലാഹ്, അല്ലാഹ് എന്നുള്ളൊരു ഉച്ചാരണം വന്നു. അപ്പോൾ ഇത് കേട്ട ആ മനുഷ്യന് വിറയൽ വന്നു. അപ്പോൾ വിറയൽ വന്ന ഉടനെ ഒരു പരിഭ്രാന്തനായി. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വാൾ താഴേക്ക് വീണു. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഈ വാളിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഇനി ആരാ ഉള്ളത്? അപ്പോൾ ആ ഒരു മനുഷ്യന് ഉത്തരമില്ല. അപ്പോൾ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വെറുതെ വിട്ടു. അപ്പോൾ അത്രയ്ക്ക് പവറുള്ള ഒരു ഇസ്മാണ് അസ്മാഉൽ ഹുസ്ന. നമ്മൾ മനസ്സിൽ നല്ല നിയത്തോടു കൂടി പെട്ടെന്ന് ചൊല്ലിയിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഒന്നാമതായിട്ട് ശുദ്ധിയായിട്ട് വുളൂഅോട് കൂടി ചൊല്ലുക. 2 കിബ്ലക്ക് മുന്നിട്ട് ഇരിക്കുക. അത് ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും കിബ്ലക്ക് മുന്നിട്ട് കൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ അത്തർ പുരട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ ഊത് കത്തിച്ച് വെക്കുകയോ അങ്ങനെയുള്ള നല്ല മണം. അപ്പോൾ അങ്ങനെയുള്ള മണം ഉണ്ടാകുമ്പോൾ മലക്കുകൾ നമ്മളടുത്ത് അടുക്കും. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു എന്തും ആയിക്കോട്ടെ, ഖുർആനായിക്കോട്ടെ, ഈ അസ്മാഉൽ ഹുസ്ന ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന് ശേഷമുള്ള ദുആക്ക് അവർ ആമീൻ പറയും. അതുപോലെ തന്നെ വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക. അപ്പം വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നിസ്കാര കുപ്പായത്തിനാകുമ്പോൾ അത്രക്കും നല്ലത്. കാരണം വെള്ള വസ്ത്രം ധരിക്കുന്നത് സുന്നത്താണല്ലോ. അപ്പോൾ ആ ഒരു സുന്നത്തും കൂടി നമുക്ക് കിട്ടും. പിന്നെ അത്രക്ക് നല്ല പിന്നെ എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇത് ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക. പിന്നെ പേരുകൾ ശരിക്കും ഉച്ചരിക്കുക. നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ ഇപ്പോൾ യാ റഹ്മാൻ, യാ അല്ലാഹ്, യാ അല്ലാഹ്, അല്ലാഹ് എന്നുള്ളത് ചില ആൾ അല്ലാഹ് 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 അങ്ങനെ. ഇപ്പോൾ ചില ആൾക്കാർ അല്ലാഹു എന്നുള്ളത് നമ്മൾ അല്ലാഹു യാ റഹ്മാൻ, യാ അല്ലാഹ് അല്ലാന്നേ പറയും. അപ്പോൾ യാ അല്ലാഹ് അല്ലാഹ് അതിന് ലാസ്റ്റ് ഹൂ എന്നുള്ളത് ഹ് എന്ന് കേൾക്കണം. ആ ഒരു രീതിയിൽ ഉച്ചരിക്കണം. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹ് എന്നുള്ള അക്ഷരത്തിൻ്റെ ആ ഒരു ഉച്ചാരണം അവിടെ കേൾക്കണം. നമ്മൾ പൊതുവേ പറയുമ്പോൾ യാ അല്ലാഹ് അവിടെ തീർന്നു. പക്ഷെ അങ്ങനെയല്ല, യാ അല്ലാഹ്. അപ്പോൾ ആ എന്നുള്ള സൗണ്ട് ഉച്ചരണം. അതുപോലെ നല്ല നിയ്യത്തോടു കൂടി
ചൊല്ലുക. നമുക്ക് പേരുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ചൊല്ലാം. ഈ അസ്മാഉൽ ഹുസ്നേൻ്റെ പേരുകൾ മാത്രം വെച്ചുകൊണ്ട് ചൊല്ലാം. അല്ലെങ്കിൽ യാ അല്ലാ, ചേർത്ത് യാ റഹ്മാൻ, യാ റഹ്മാൻ, ആ ഒരു എന്നുള്ളതാണ് യാ അല്ലാ അങ്ങനെ പറയുന്നതിനാണ് യാ ഉച്ചരിക്കുന്നത്. അപ്പോൾ യാ റഹ്മാൻ അല്ലെങ്കിൽ യാ മലിക് അങ്ങനെ വെച്ച് ചൊല്ലാം. അല്ലെങ്കിൽ യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ മലിക്, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ് അങ്ങനെയും ചൊല്ലാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ഇപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള വഴി എന്ന് വെച്ചാൽ 99 ഈ നാമങ്ങൾ ഒരു ദിവസത്തിൽ 3 തവണ ചൊല്ലാൻ ശ്രമിക്കുക, കഴിയുമെങ്കിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ എല്ലാ നിസ്കാര ശേഷം ഈ 99 നാമങ്ങൾ ചൊല്ലുക. അപ്പം നമുക്ക് കഴിയുന്നതാണെങ്കിൽ ചൊല്ലിത്തുടങ്ങുക. അതിലുപരി അതല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയം തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ സമയത്ത് ചൊല്ലിയിട്ട് അല്ലാഹ്. അപ്പോൾ ആ ഒരു സമയത്ത് പടച്ച റബ്ബ് എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു സമയം. അപ്പോൾ ആ ഒരു സമയത്ത് 8 അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. അല്ലെങ്കിൽ സുബ്ഹി നമസ്കാര ശേഷം 11 തവണ ചൊല്ലിയിട്ട് എല്ലാ ദിവസവും ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. അതുമല്ലെങ്കിൽ എല്ലാ ദിവസവും 99 തവണ 99 ദിവസം ചൊല്ലിയാൽ ആ ആവശ്യം നടന്നിരിക്കും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സമയം ഈ ഒരു കണക്ക് വെച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ചൊല്ലാം. അല്ലെങ്കിൽ നമ്മൾ നിത്യമാക്കി ഒരു തവണ ചൊല്ലിത്തുടങ്ങുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടത്, അസ്മാഉൽ ഹുസ്ന ചൊല്ലേണ്ടത്. ചൊല്ലുന്ന നിങ്ങൾക്ക് ഓരോ ഇസ്മിനും ഓരോ മഹത്വമുണ്ടല്ലോ. നമ്മൾ ചില ആൾക്കാർ ഒരു ഇസ്മ വെച്ചിട്ട് ചൊല്ലുന്നവരായിരിക്കും. അതായാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചൊല്ലുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചൊല്ലുക. നമ്മളെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് എന്താ പറയണ്ടേ ദുഃഖങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഉള്ള ജീവിതമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രയാസം മാറ്റിക്കൊടുക്കട്ടെ പടച്ച റബ്ബ്. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി ദുആ ചെയ്യുക. എൻ്റെ ഉമ്മയും ഉപ്പയും ഇന്ന് ജീവനോടില്ല. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ പടച്ച റബ്ബ്. ആമീൻ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.